ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോസ്മേരി ഹെയറിൽ ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഒരുപാട് ബ്രാൻഡ്സിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ കയ്യിലുള്ള റോസ്മേരി ഓയിൽ അതിൻ്റെ എത്രത്തോളം പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഒരു രീതിയെക്കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റോസ്മേരി ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. റോസ്മേരിയുടെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. റോസ്മേരി നമുക്ക് പല മെത്തേഡ്സിലും നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിലൊന്നാമത്തെ മെത്തേഡാണ് റോസ്മേരി ഓയിൽ ഒരു കാരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത്. എസെൻഷ്യൽ ഓയിൽ ഒരിക്കലും നമ്മൾ ഡൈലൂട്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല. 1 ടീസ്പൂൺ കാരിയർ ഓയിലിലേക്ക് നമുക്ക് 2 to 5 ഡ്രോപ്സ് വരെ റോസ്മേരി ഓയിൽ എടുക്കാം. ഇവിടെ കാരിയർ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒലിവ് ഓയിലോ ബദാം ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് ഓയിലും. ഇപ്പം എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, അവർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കാച്ചിയ എണ്ണയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പാടുണ്ടോയെന്നൊക്കെ. നമുക്ക് എന്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കാച്ചിയ എണ്ണയിൽ ഉപയോഗിക്കാം. ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ വളരെ കുറഞ്ഞ ഡ്രോപ്സ് മാത്രം എടുത്ത് ഉപയോഗിക്കുക. ഈ 2 ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം ഒരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നവർ ഇതേപോലെ ഓവർനൈറ്റ് വെക്കണമെന്ന് പറയുന്നില്ല. കുളിക്കുന്നതിന് 1-2 മണിക്കൂർ മുന്നേ ഒന്ന് അപ്ലൈ ചെയ്യുക. മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് കഴുകിക്കളയുക. ഇങ്ങനെ ഓയിലുമായിട്ട് മിക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലർ ഷാമ്പൂല് റോസ്മേരി ഓയിൽ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 2 to 5 ഡ്രോപ്സ് വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു മെത്തേഡാണ് ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഹെയർ പാക്കിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള രീതികളാണ്. ഇനി പറയാൻ പോകുന്നത് റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടാണ്. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. 2 കപ്പ് വെള്ളം, 1/4 കപ്പ് ഡ്രൈഡ് റോസ്മേരി ലീവ്സ് മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഒരു പാത്രത്തിൽ വെള്ളം റോസ്മേരി ലീവ്സും എടുത്ത് തിളപ്പിക്കുക. ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ആ ഒരു ചൂട് മാറുന്ന സമയത്ത് വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് ക്യാപ്സ്യൂളായിട്ട് കിട്ടുമല്ലോ, അതിൽ ഓയിൽ എടുത്താൽ മതി. 2 ക്യാപ്സ്യൂളിൽ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് നന്നായിട്ട് ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് പിടിപ്പിച്ചാൽ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് സാധാരണ ഷാമ്പൂ ചെയ്തിട്ട് കളയാം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ സമയമില്ലാത്തവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽസൂട്ട്നസിൻ്റെ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാം. നല്ല എഫക്റ്റീവാണ് സംഭവം. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. ഈ ഒരു വാട്ടർ സ്പ്രേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കഴുകി കളയണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. ഇനി കഴുകി കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലീൻ സ്കാൽപ്പിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പറയുന്നത് നമ്മുടെ കയ്യിലുള്ള റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അതിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. റോസ്മേരി ഓയിലിൻ്റെ മാത്രമല്ല, ഇത് ഏത് ടൈപ്പ് എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പർ എടുത്ത് അതിലേക്ക് 1 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഓയിൽ ഡിസപ്പിയർ ആയി തുടങ്ങും. ഒരു 15 മിനിറ്റ് നേരെങ്കിലും ഇങ്ങനെ വെക്കുക. നല്ല ക്വാളിറ്റി ഉള്ള എസെൻഷ്യൽ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളവിടെ ആഡ് ചെയ്തിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയിട്ടുണ്ടാവും. അതല്ല, അത് ഡിസപ്പിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എസെൻഷ്യൽ ഓയിൽ വെജിറ്റബിൾ ഓയിലായിട്ട് ഡൈലൂട്ടഡ് ആയിരിക്കും. ഒരു ക്വാളിറ്റി ഉള്ള ഒരു എസെൻഷ്യൽ ഓയിൽ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇതേപോലെ ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.